നമസ്കാരം. നമ്മളൊരു നല്ലൊരു ഓൺ ഗ്രിഡ് സോളാർ പാനൽ നമ്മുടെ വീട്ടിൽ വാങ്ങി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ സിയും അതുപോലെ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും യഥേഷ്ടം ഉപയോഗിക്കാം. അതായത് കറണ്ട് ബില്ല് വരും, വലിയൊരു തുക കറണ്ട് ബില്ല് വരുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളൊരു ഓൺ ഗ്രിഡ് സംവിധാനം ഇന്ന് നമുക്കറിയാം 40% സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡിയോട് കൂടെ നമുക്ക് ചെയ്യാനും സാധിക്കും. പക്ഷേ നമ്മളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമുക്ക് ഈ ഒരു സിസ്റ്റം, അതായത് നമ്മുടെ ഈ സോളാർ പാനൽ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാടുകളിൽ അധികം കണ്ടുപരിചയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏത് കമ്പനിയുടെ പാനൽ വാങ്ങിക്കണം, അതുപോലെ തന്നെ ഏത് കമ്പനിയുടെ പാനലാണ് കൂടുതൽ എഫിഷ്യൻസി തരിക, അതുപോലെ തന്നെ അവരുടെ ആഫ്റ്റർ സർവീസ്, ഇൻവേർട്ടറുകൾ, അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഇതാണ്. കാരണം ഏതാണ് നല്ലത് എന്നുള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സോളാർ പാനൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി, ഡ്യൂറബിലിറ്റി, സർവീസ്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതേപോലെ തന്നെ അത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അതായത് ഏതൊരു സാധാരണക്കാരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് നമ്മളൊരു സോളാർ പാനൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര വാട്ട്സിൻ്റെ സോളാർ പാനലാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമെന്നാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്ന പോലെയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു ലൈഫ് ടൈം പ്രൊജക്റ്റാണ്. നമ്മുടെ വീട് ഇടയ്ക്ക് വെച്ചിട്ട് പൊളിച്ചു മാറ്റുന്ന ഒരു സിസ്റ്റം ശരിയാവില്ല. അതേപോലെ തന്നെ നമ്മളൊരു സോളാർ പാനൽ നമ്മുടെ വീട്ടിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ 1000 വാട്ട്സിൻ്റെ 2000 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 5000 വാട്ട്സിൻ്റെ വേണമോ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം. കാരണം ഇടയ്ക്ക് വെച്ച് നമുക്ക് എനിക്കൊരു 3 വാട്ട്സ് വെച്ചു, ഇനി 3 കിലോ വാട്ട്സിൻ്റെ വെച്ചു, എനിക്കൊരു 5 കിലോ വാട്ട്സിൻ്റെ വെക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്ക് ഇന്ന് നമ്മൾ വെക്കുന്ന ഒരു പാനലിൻ്റെ വോൾട്ടേജും അതിൻ്റെ കറൻറ്റ് റേറ്റുമുള്ള ഈ ഒരു സെയിം പാനൽ നമുക്ക് ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പാനൽ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് എത്ര ആവശ്യം വരും, അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ആവശ്യം കൂടി കണക്കിലെടുത്ത് വേണം നമ്മുടെ പാനലിൻ്റെ എത്ര കിലോ വാട്ട് പാനൽ വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി ബില്ല്, അതായത് 2 മാസം കൂടുമ്പോൾ വരുമ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് എടുക്കുക. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു 2 മാസം കൂടുമ്പോൾ ഒരു 600 യൂണിറ്റ് കറണ്ട് ബില്ല് വന്നു വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസം 300 യൂണിറ്റും ഒരു ദിവസം 10 യൂണിറ്റാണ് നമുക്ക് ഒരു ദിവസത്തെ നമ്മുടെ ആവറേജ് ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ 10 യൂണിറ്റ് ഒരു ദിവസം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഒരു 10 യൂണിറ്റ് കറണ്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മളൊരു 3 കിലോ വാട്ടിൻ്റെ പാനലെങ്കിലും നമ്മൾ വെക്കേണ്ടി വരും. അതായത് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് പാനൽ അല്ലെങ്കിൽ നോർമലി നമ്മളൊരു 1 കിലോ വാട്ട്, അതായത് 1000 വാട്ട്സിൻ്റെ ഒരു പാനൽ നമ്മുടെ വീട്ടിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 4 യൂണിറ്റ് കറണ്ട് ഉണ്ടാക്കും എന്നുള്ളൊരു ആവറേജ് കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ മഴക്കാലമെല്ലാം ആകുമ്പോൾ ഇത് ഇനിയും കുറയാൻ സാധിക്കും. എന്നാൽ നമ്മളൊരു നോർമൽ വെതർ കണ്ടീഷനിൽ നമുക്കൊരു 1 കിലോ വാട്ട് വയ്ക്കുമ്പോൾ നമുക്കൊരു 4 യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളൊരു 3 കിലോ വാട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു 3 4 12, അതായത് ഒരു 12 യൂണിറ്റ് വൈദ്യുതി തീർച്ചയായിട്ടും അത് ഉണ്ടാക്കും. ഇനി 4 യൂണിറ്റ് 1 കിലോ വാട്ടിൽ നിന്ന് 4 യൂണിറ്റ് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടഡ് കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി ഹൈ എഫിഷ്യൻസി പാനലെല്ലാമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ, അതായത് ഇമ്പോർട്ടഡ് പാനലായ ആങ്കർ, പാനസോണിക്, ട്രിന, കനേഡിയൻ, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടഡ് ചൈനീസ് കമ്പനികൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 4 യൂണിറ്റ് എന്നുള്ളത് 5-5 കൂടുതലോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഏവറേജ് കാൽക്കുലേഷനാണ് ഈ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 10 യൂണിറ്റ് ഉപയോഗം വരുന്ന ഒരു വീടിന് നമുക്ക് 3 കിലോ വാട്ട് തീർച്ചയായിട്ടും വെച്ചിരിക്കണം. പക്ഷേ ഈ ഒരു കണക്ക് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുക ശരിയല്ല എന്നാണ്. കാരണം ഇന്ന് നമ്മൾ സോളാർ പാനൽ വെക്കുന്ന ഒരു സമയത്ത് 10 യൂണിറ്റ് ഡെയിലി കൺസപ്ഷനുള്ള ഒരു വീട്ടിൽ ഒരിക്കലും നിങ്ങൾ 3 കിലോ വാട്ട് പാനൽ വെക്കരുത്. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ കൺസപ്ഷൻ, അതായത് നമുക്കറിയാം ഇന്നിപ്പോൾ നമുക്ക് പെട്രോൾ വാഹനങ്ങളെല്ലാം മാറി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുകയാണ്. ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസായിരുന്നു. ഓഡി കാർ 2033, അതായത് 10 കൊല്ലത്തിനുള്ളിൽ അവരുടെ പെട്രോൾ ഡീസൽ കാറുകൾ മുഴുവനും നിർത്തി മുഴുവനും EV, അതായത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുകയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ഓഡി പോലുള്ള ഒരു ലക്ഷറി കാർ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാരുതിയും മറ്റ് കമ്പനികളും അതിന് മുന്നേ തന്നെ അവരുടെ ഒട്ടുമിക്ക വാഹനങ്ങൾ ഇനി ഇലക്ട്രിക് വാഹനങ്ങളിലേക്കായിരിക്കും വരുന്നത്. അതായത് നമുക്കറിയാം ഇപ്പോൾ തന്നെ ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെല്ലാം സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും.
അപ്പോൾ ഇപ്പം നമ്മളൊരു വണ്ടിയുള്ള വ്യക്തിയും ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഇലക്ട്രിക് യുഗം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് മാറാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 30 യൂണിറ്റ് കറണ്ട് വേണം നമുക്ക് നെക്സോണിൻ്റെ ഒരു 350-400 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടി ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് 30 യൂണിറ്റ് കറണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു മാസം ഏകദേശം ഒരു 1000-1500 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഈ ഒരു മന്ത്ലി കൺസെപ്ഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സോളാർ പാനൽ കണക്ട് ചെയ്യുമ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടായിരിക്കും നമ്മുടെ മക്കളെല്ലാം തന്നെ പഠിച്ച് വരാൻ പോകുന്നത്. അപ്പോൾ വർക്ക് ഫ്രം ഹോം കേസ് വരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ വൈദ്യുതി കൺസെപ്ഷൻ എല്ലാം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെല്ലാം ആഡ് ഓൺ ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടു വേണം നമ്മളുടെ ഒരു എത്ര കിലോ വാട്ട് പാനൽ വേണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പ്രസൻ്റ്ലി നിങ്ങളൊരു 10 യൂണിറ്റ് കറണ്ട് ഒരു ദിവസം എടുക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളൊരു 5 കിലോ വാട്ടെങ്കിലും വെക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് 40% സബ്സിഡിയോട് കൂടെ നമുക്ക് ഈ ഒരു പാനൽ വളരെ ചെറിയ തോക്കി ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങോട്ട് ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു അവസരം നമ്മളെല്ലാവരും ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് നമ്മൾ പാനൽ വീട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം വർക്ക്, ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക്. നമുക്കറിയാം ഇതൊരു 25 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം നിൽക്കേണ്ട ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി ISI മുദ്രയുള്ള നല്ല ഹൈ ക്വാളിറ്റി അയൺ റോഡും അതുപോലെ പൈപ്പും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതായത് GI പൈപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് തുരുമ്പെടുക്കേണ്ട ആ ഒരു പ്രശ്നം നമുക്ക് GI പൈപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നല്ലൊരു ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ കൊടുത്തിരിക്കണം. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു ക്ലൈമറ്റ് ഏത് സമയമാണെങ്കിലും വലിയ ഇടിയും മിന്നലും കാര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈറ്റ്നിങ് അറസ്റ്ററും കൊടുക്കാൻ മറക്കരുത്. അതേപോലെ നമ്മളൊരു പാനൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ക്ലീൻ ചെയ്യുന്നതിനുള്ളൊരു ഫെസിലിറ്റി നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെയ്ത പാനലിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. നോക്കി, ഇതൊരു 5 കിലോ വാട്ടിൻ്റെ പ്രൊജക്റ്റാണ്. ഇതിൽ ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ഇത് നമുക്ക് നടന്നു പോയി ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഇത് റൂഫ് ടോപ്പിൽ ഒരു ചെരിഞ്ഞ റൂഫ് ടോപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കയറി വേണം ചെയ്യാൻ, കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊരു വയസ്സെല്ലാം കൂടുന്തോറും നമുക്കിങ്ങനെ വീടിൻ്റെ ഏറ്റവും മുകളിൽ കയറി ക്ലീൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതേപോലെ ഇത് ക്ലീൻ ചെയ്യാനുള്ളൊരു പ്രോപ്പറായിട്ട് നടക്കുന്നതിനുള്ളൊരു പാത്ത് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ പാനലിൻ്റെ ഇടയിലൂടെ കുമ്പിട്ട് അങ്ങനെ അത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ക്ലീൻ ചെയ്യുന്നുള്ളൊരു ഫെസിലിറ്റി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇതൊരു പാനൽ ഇൻഷുർ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. കാരണം ഇന്ന് ഫയർ ആൻഡ് കാറ്റഗറിയിൽ പെടുത്തി നമ്മൾ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ തുകയിൽ നമുക്ക് ഈ ഒരു പാനലും വീടും അതുപോലെ മറ്റനുബന്ധ സാധനങ്ങളും നമുക്ക് ഇൻഷുർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലൈറ്റ്നിങ്ങോ നമ്മളടുത്ത വീട്ടിലെ മരങ്ങൾ വന്ന് വീഴുക എന്നീ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് സോൾവ് ചെയ്യും. ഇതിനെല്ലാം നമുക്ക് ഇൻഷുറൻസ് തുക കിട്ടും. നമ്മുടെ വണ്ടി ഇൻഷുർ ചെയ്യുന്ന എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇതേപോലെ വീടും അതുപോലത്തെ സോളാർ പാനലെല്ലാം നമുക്ക് ഇൻഷുർ ചെയ്ത് തരുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മളൊരു പാനൽ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഏത് പോളിക്രിസ്റ്റലും വേണോ മോണോക്രിസ്റ്റലും വേണോ, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ വാറൻറ്റി, അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.